ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ്: വയനാട്, കോഴിക്കോട്, ഇടുക്കി, പാലക്കാട്. ആൻസർ ഓപ്ഷൻ ഡി, പാലക്കാട്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ്. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ്. പുരാണങ്ങളിൽ സൈരന്ധ്രീവനം എന്നറിയപ്പെട്ടത് സൈലന്റ് വാലി. പുരാണങ്ങളിൽ സൈരന്ധ്രീവനം എന്നറിയപ്പെട്ടത് സൈലന്റ് വാലി. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നതും സൈലന്റ് വാലിയിലാണ്. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നതും സൈലന്റ് വാലിയിലാണ്. അപ്പോൾ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ്. പുരാണങ്ങളിൽ സൈരന്ധ്രീവനം എന്നറിയപ്പെട്ടതും സൈലന്റ് വാലിയാണ്. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിൽ. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1984. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1985. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1984. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1985. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലാനസ്. വെടിപ്ലാവിൻ്റെ കുല്ലിനിയ എക്സാറിലാറ്റ. അപ്പോൾ സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 1984. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1985. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലാനസ്. അതുപോലെ വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുല്ലിനിയ എക്സാറിലാറ്റ. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ ജില്ല പാലക്കാട്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ ജില്ല പാലക്കാട്. പാലക്കാടൻ കുന്നുകളുടെ റാണി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി. പാലക്കാടൻ കുന്നുകളുടെ റാണി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി. തരൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യം പാലക്കാട്. തരൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യം പാലക്കാട്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. അപ്പോൾ പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ ജില്ല പാലക്കാട്. പാലക്കാടൻ കുന്നുകളുടെ റാണി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി. തരൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യം പാലക്കാട്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം പാലക്കാട് ചുരം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം പാലക്കാട് ചുരം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. അടുത്ത ക്വസ്റ്റ്യൻ. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻസ്: സംഗമ, സാലുവ, തുളുവ, അരവിഡു.
വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, തുളുവ. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ തുളുവ രാജവംശത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായത് 1336. വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായത് 1336. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും ചേർന്നാണ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും ചേർന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംപി, കർണാടകയിലെ ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കർണാടകയിലെ ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന നഗരം ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന നഗരം ഹംപി. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണഭാഷ തെലുങ്ക്. അപ്പോൾ വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായത് 1336. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും ചേർന്നാണ്. അതുപോലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പറയുന്നത് കർണാടകയിലെ ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കർണാടകയിലെ ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന നഗരം ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന നഗരം ഹംപി. വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണഭാഷ തെലുങ്ക്. സംഗമ, സാലുവ, തുളുവ, അരുവിഡു എന്നീ 4 വംശങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിൽ ഭരണം നടത്തി. സംഗമ, സാലുവ, തുളുവ, അരവിഡു എന്നീ 4 വംശങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിൽ ഭരണം നടത്തി. ഏറ്റവും പ്രസിദ്ധനായ രാജാവ് കൃഷ്ണദേവരായർ ആയിരുന്നു. ഏറ്റവും പ്രസിദ്ധനായ രാജാവ് കൃഷ്ണദേവരായർ ആയിരുന്നു. കാലഘട്ടം 1509 to 1529. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് അഷ്ടദിഗജങ്ങൾ എന്നറിയപ്പെട്ടു. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് അഷ്ടദിഗജങ്ങൾ. കൃഷ്ണദേവരായരുടെ കാലം തെലുങ്ക് സാഹിത്യത്തിലെ സുവർണകാലം എന്നറിയപ്പെട്ടു. കൃഷ്ണദേവരായരുടെ കാലം തെലുങ്ക് സാഹിത്യത്തിലെ സുവർണകാലം എന്ന് പറയപ്പെട്ടു. അപ്പോൾ സംഗമ, സാലുവ, തുളുവ, അരവിഡു എന്നീ 4 വംശങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണം നടത്തി. ഏറ്റവും പ്രസിദ്ധനായ രാജാവ് കൃഷ്ണദേവരായരായിരുന്നു. കാലഘട്ടം 1509 to 1529. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് അഷ്ടദിഗജങ്ങൾ. കൃഷ്ണദേവരായരുടെ കാലം തെലുങ്ക് സാഹിത്യത്തിലെ സുവർണകാലം എന്നറിയപ്പെട്ടു. കൃഷ്ണദേവരായ രചിച്ച കൃതികളാണ് അമുക്തമാല്യത, ജാമ്പവതി കല്യാണം, ഉഷാപരിണയം. കൃഷ്ണദേവരായർ രചിച്ച കൃതികളാണ് അമുക്തമാല്യത, ജാമ്പവതി കല്യാണം, ഉഷാപരിണയം. ആന്ധ്രാഭോജൻ, അഭിനവഭോജൻ എന്നിങ്ങനെ അറിയപ്പെട്ട ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. ആന്ധ്രാഭോജൻ, അഭിനവഭോജൻ എന്നിങ്ങനെ അറിയപ്പെട്ട ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായ പണ്ഡിതനായിരുന്നു തെന്നാലിരാമൻ. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായ പണ്ഡിതൻ തെന്നാലിരാമൻ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനം ആരംഭിക്കുന്നത് 1565 തളിക്കോട്ട യുദ്ധത്തോടെയാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനം ആരംഭിക്കുന്നത് 1565 തളിക്കോട്ട യുദ്ധത്തോടെയാണ്. അപ്പോൾ കൃഷ്ണദേവരായർ രചിച്ച കൃതികളാണ് അമുക്തമാല്യത, ജാമ്പവതി കല്യാണം, ഉഷാപരിണയം. ആന്ധ്രാഭോജൻ, അഭിനവഭോജൻ എന്നിങ്ങനെ അറിയപ്പെട്ട ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനായ പണ്ഡിതൻ തെന്നാലിരാമൻ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനം ആരംഭിക്കുന്നത് 1565 തളിക്കോട്ട യുദ്ധത്തോടെയാണ്. തളിക്കോട്ട യുദ്ധമാണ് രാക്ഷസ തങ്ങാടി യുദ്ധം, ബനിഹട്ടി യുദ്ധം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത്. തളിക്കോട്ട യുദ്ധമാണ് രാക്ഷസ തങ്ങാടി യുദ്ധം, ബനിഹട്ടി യുദ്ധം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം അറിയപ്പെട്ടത് നായങ്കര സമ്പ്രദായം. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം അറിയപ്പെട്ടത് നായങ്കര സമ്പ്രദായം. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെട്ടത് അയഗാർ സമ്പ്രദായം. അപ്പോൾ തളിക്കോട്ട യുദ്ധമാണ് എന്താ പറയുക, രാക്ഷസ തങ്ങാടി യുദ്ധം, ബനിഹട്ടി യുദ്ധം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം അറിയപ്പെട്ടത് നായങ്കര സമ്പ്രദായം. അതുപോലെ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെട്ടത് അയഗാർ സമ്പ്രദായം.